ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറ്റർഡേ മോർണിംഗ് റൊട്ടീനാണ്. അപ്പോൾ ഗായ്സ്, ഞാൻ പതിവ് പോലെ തന്നെ ഇന്നും നേരത്തെ എഴുന്നേറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി വെളിച്ചെണ്ണ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ പുഴയ്ക്കൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഗായ്സ്, പുഴയിലുള്ള ഈ ഒരു മരം മെയ് ഫ്ലവറിൻ്റെതാണ്. ഇപ്പോൾ അതിലാണെങ്കിൽ ഒരു ഫ്ലവറും കൂടെ അല്ല. ഇപ്പോൾ മെയ് കഴിഞ്ഞിപ്പോൾ ജൂണും കഴിയാനായില്ലേ, അതുകൊണ്ടൊക്കെ ആയിരിക്കും. മെയ് കഴിഞ്ഞുകൊണ്ട് ഫ്ലവറും ഇല്ല. നമ്മൾ അങ്ങനെ പുഴയിലൊക്കെ കുറച്ച് നേരം നിന്നതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോന്നപ്പോഴാണെങ്കിൽ എൻ്റെ റൂമിലേക്ക് നല്ല ഈ ഭാഗത്തുനിന്ന് നല്ല അടിപൊളി സൺലൈറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഗൈസ്, ഞാൻ എൻ്റെ റൂമിലെത്തിയാരാണ് കാണുന്നത് ഇങ്ങനെയൊക്കെ ആയി കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇത് വ്യാഴാഴ്ചത്തെ മറ്റേ വെള്ളിയാഴ്ചത്തെ ഞാൻ ഹോംവർക്ക് ചെയ്തതിൻ്റെ പവറാണത്. നമ്മൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ അവിടെ ഉണ്ടായിരുന്നത് ഗീ റൈസും ചിക്കൻ കറിയായിരുന്നു. ഞാനങ്ങനെ ഫിലിമൊക്കെ കണ്ടങ്ങനെ കഴിക്കുകയാണ്. പിന്നെ ആണെങ്കിൽ ഞാൻ മൊത്തം വെറുതെ ഇങ്ങനെ ഇരിക്കണേന്. അപ്പോൾ എനിക്ക് എപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ തോന്നുന്നത് ജേർണൽ ചെയ്യാമെന്നാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ജേർണൽ ചെയ്യാമെന്ന്. മുന്നേ എപ്പോഴും മൈൻഡിലുള്ള ഒരു ജേർണലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഈ ജേർണലാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട്. ആൻഡ് ഞാനിത് വൺ സൈഡിൽ മാത്രമായിട്ടാട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഗൈസ്, ഞാൻ ലോങ് വീഡിയോ ലാസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഒരു മാസം മുന്നാണ്. ഈ വെക്കേഷൻ ടൈമിലൊക്കെയാണ് ഞാൻ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട്. ഏതായാലും ഇതാണ് ഗൈസ് എൻ്റെ ജേർണൽ ചെയ്യുമ്പോൾ പിന്നെ എന്തായാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അലങ്കോലമായി കിടക്കുമല്ലോ. നമ്മളതൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെയാണ് ഇങ്ങനെ അയൺ ചെയ്യാന്നൊക്കെ വിചാരിച്ചു. എൻ്റെ യൂണിഫോമൊക്കെയാണ് ചെയ്യുന്നത്. സാധാരണ ആണെങ്കിൽ ഞാൻ സൺഡേയോ അല്ലെങ്കിൽ സൺഡേയിൽ പതിവില്ല, മൺഡേ ആണ് ഞാൻ അയൺ ചെയ്യൽ. ഇന്ന് പിന്നെ ആണെങ്കിൽ എൻ്റെ ഉള്ളിലൊരിത് ഇന്ന് അയൺ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ സാധാരണ യൂണിഫോമൊക്കെ ഒന്ന് അയൺ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ടോപ്പും പാൻറ്റും കോട്ടും മൊഫ്തിയും മൊത്തം ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ കസാറിൻ്റെ അവിടെ വെച്ചതാണ്. ഞാനാണെങ്കിൽ സാധാരണ അയൺ ചെയ്താണ്ട് ഇങ്ങനെ തന്നെയാണ് കസാരമേലാണ് വെക്കൽ. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു SPCൻ്റെയും കൂടെ അങ്ങ് അയൺ ചെയ്യാമെന്ന്. ഇങ്ങനെ അയണൊക്കെ ചെയ്ത് വൃത്തിയിലൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നു. പിന്നെ എനിക്കാണെങ്കിൽ എഡിറ്റ് ചെയ്യാനെന്ന് പറയുമ്പം കുറച്ചൊക്കെ ടൈം വേണം. എല്ലാവർക്കും ആണല്ലോ, നമ്മൾ ഈ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് അധികം ഒരു ടൈം ആവൽ. അല്ലാതെ അതിന് മാത്രം ഒന്നും ടൈം ആവലില്ല. അങ്ങനെ നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ലഞ്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു. ലഞ്ചിന് വെണ്ടക്ക കറിയും വെണ്ടക്കൻ്റെ ഒരു പൊരിയും പിന്നെ പപ്പടം. അവിടെ ആദ്യമായിട്ടാണ് നീളത്തിലൊക്കെ അരിഞ്ഞാണ്ട് വെണ്ടക്ക പൊരിച്ചപ്പോൾ ഞാൻ അങ്ങനെ ആദ്യമായിട്ട് കഴിച്ചു. അപ്പോൾ ഗൈസ്, സാറ്റർഡേ മോർണിംഗ് റൂട്ടീൻ ഇത്രേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട. ഓക്കെ, ബൈ.